വേറൊരു ഗ്രഹത്തിൽ നിന്നും ഒരു രാക്ഷസ പൂച്ച ഭൂമിയെ നശിപ്പിക്കാനായി എത്തി. എന്നാൽ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞതും ആളൊരു ക്യൂട്ട് പൂച്ചയായി മാറി. അതിനുശേഷം നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് കഥയിലേക്ക് കിടക്കാം. പ്രപഞ്ചത്തിന്റെ മറ്റൊരു മൂലയിൽ മിയോ എന്ന പേരിൽ രാക്ഷസ പൂച്ചകളുടെ ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗ്രഹത്തിലുള്ളവരെ മിയോമിയൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഗ്രഹത്തിലുള്ളവരെല്ലാവരും വളരെ സമാധാനത്തോടെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് കുറെ ഉൽക്കകൾ ആ ഗ്രഹത്തിലേക്ക് വന്നു വീഴുന്നത്. അതോടെ ആ ഗ്രഹം നശിക്കും എന്നൊരവസ്ഥയിലായി. അപ്പോഴാണ് അവർ കണ്ടുപിടിക്കുന്നത് ഭൂമി എന്നൊരു ഗ്രഹമുണ്ടെന്നും അവിടെ മിയോമിയൻസിന് ജീവിക്കാൻ 100% ചാൻസ് ഉണ്ടെന്നും. അതുകൊണ്ട് ഈ ഗ്രഹത്തിന്റെ രാജാവ് വലിയൊരു പടയുണ്ടാക്കി ഭൂമിയെ നശിപ്പിക്കാനായി അവരെ ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ അവർ പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പോയവർ ആരും തിരിച്ചു വന്നതേയില്ല. അതുകൊണ്ട് തന്നെ രാജാവ് ഒരു സാറ്റലൈറ്റ് ഭൂമിയിലേക്ക് അയച്ച് അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാൻ തുടങ്ങി. അത് കണ്ടതും രാജാവിന് മനസ്സിലായി അവൻ പറഞ്ഞുവിട്ട പടയാളികളെല്ലാം മനുഷ്യർ അവരുടെ പെറ്റായി വളർത്താൻ തുടങ്ങിയെന്ന്. അത് മനസ്സിലാക്കിയ രാജാവ് അവരുടെ ഗ്രഹത്തിലുള്ള അതീവ ശക്തിശാലിയായ സിസി എന്നൊരു പടയാളിയെ വിളിച്ചു വരുത്തി. ആയിരക്കണക്കിന് സോൾജേഴ്സിനെയാണ് ഭൂമി നശിപ്പിക്കാനായി ഞാൻ അയച്ചത്. പക്ഷെ അവർ പോയ കാര്യം തന്നെ മറന്ന് അവിടെ ഇപ്പോൾ സുഖമായി ജീവിക്കുവാണ്. അതുകൊണ്ട് നീ ഇനി ഭൂമിയിലേക്ക് പോകണം. ഈ പവർഫുള്ളായ ആയുധം നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് ഒരു ക്രിസ്റ്റൽ കൊടുത്തു. ഈ ക്രിസ്റ്റൽ വളരെ പവർഫുൾ ആണ്. ഇത് വെച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിന്റെ പവർ യൂസ് ചെയ്ത് ഭൂമിയിലുള്ള നമ്മുടെ പടയാളികളെല്ലാം വിളിച്ചു വരുത്തി അവരുമായി ചേർന്ന് നീ ആ ഭൂമി നശിപ്പിക്കണം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒരു കാരണവശാലും നീ ഈ ക്രിസ്റ്റൽ കളയാൻ പാടില്ല. ഇനി ഒരുപക്ഷെ നിന്റെ കയ്യിൽ നിന്ന് ഇത് കളഞ്ഞു പോയാൽ നീ ചുരുങ്ങി ചുരുങ്ങി മരിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു ജീവിയെ നോക്കി അതിന്റെ രൂപത്തിലായി മാറണം. എങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ ഇതെല്ലാം കേട്ടതിനു ശേഷം ഒരു സ്പേസ് ഷിപ്പും എടുത്ത് അവൻ നേരെ ഭൂമിയിലേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം നമ്മുടെ ഭൂമി കാണിക്കുവാണ്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ. റിട്ടയർഡായ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് ഇവൻ. ഫേമസ് ആയ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നെങ്കിലും റിട്ടയർഡ് ആയതിനു ശേഷം അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവനിപ്പോൾ അത്രയും മോശം അവസ്ഥയിലാണ്. ഇതാണ് നായകന്റെ ഭാര്യ, അതായത് നമ്മുടെ കഥയിലെ നായിക. ചെറിയ ചെറിയ ആഡിലൊക്കെ അഭിനയിക്കുന്ന ഒരു ചെറിയ ആക്ട്രസ് ആണ് അവൾ. വലിയ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്നാണ് ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല. നായകനും നായികയ്ക്കും മൊത്തം 2 മക്കളുണ്ട്. മൂത്ത പയ്യന്റെ പേര് യോഹോ. ഇവനൊരു ഡയറക്ടർ ആവണമെന്നൊക്കെയാണ് ആഗ്രഹം. അതുകൊണ്ട് കണ്ണിൽ കണ്ട വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ അവനിടുന്ന ഒറ്റ വീഡിയോസും ആരും കാണാറില്ല. പിന്നെ നായകന്റെ മകളുടെ പേര് യോയോ. യോയോക്ക് ജനിച്ചപ്പോൾ മുതലേ ഒരു കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും പോലെ ഇവൾക്ക് നേരെ നടക്കാൻ കഴിയില്ല. കാലിലുള്ള ഒരു ചെറിയ ഡിവൈസിന്റെ ഹെൽപ്പ് മൂലമാണ് ഇവൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് കളിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് സ്കൂളിലുള്ള കുട്ടികളൊന്നും അവളോട് കൂട്ടുകൂടാറില്ല. അങ്ങനെ ഒരു ദിവസം സ്കൂളൊക്കെ കഴിഞ്ഞ് അവൾ ഒരു ഗ്രൗണ്ടിൽ പോയി കിടന്നിട്ട് ആകാശത്തേക്ക് നോക്കി ദൈവത്തിനോട് പറഞ്ഞു, എനിക്ക് മാത്രം എന്താ കൂട്ടുകാരൊന്നും ഇല്ലാത്തത്? ഒരുപാട് ഫ്രണ്ട്സ് വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് മാത്രം ദൈവം എനിക്ക് തന്നാ മതി. ഇവളി പ്രാർത്ഥിക്കുന്ന ഇതേ സമയത്താണ് സിസി ഭൂമിയുടെ അടുത്തേക്ക് എത്തുന്നത്. പെട്ടെന്നാണ് ശക്തമായ മഴയും മിന്നലും അടിക്കുന്നത്. ഒരു ഇടിമിന്നൽ സിസിയുടെ സ്പേസ് ഷിപ്പിൽ ഇടിച്ച് ഷിപ്പ് മൊത്തത്തിൽ തകർന്നു. അത് മാത്രമല്ല അവന്റെ കയ്യിലിരുന്ന ആ ഒരു ക്രിസ്റ്റൽ താഴേക്ക് വീണു. എന്നാൽ അത് എവിടെ വീണതെന്ന് അവൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൺട്രോളില്ലാതെ അവൻ ആ ഷിപ്പ് ഭൂമിയിലുള്ള ഏതൊരു കാട്ടിൽ ഇടിച്ചിറക്കി. എത്രയും പെട്ടെന്ന് ക്രിസ്റ്റൽ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അത് വീണ സ്ഥലത്തേക്ക് അവൻ ഓടിപ്പോകാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ നായകന് പെട്ടെന്നൊരു കോള് വന്നു. ആ നാട്ടിലെ ഫുട്ബോൾ ടീമിന്റെ കോച്ചായിരുന്നു അത്. അയാളുടെ ഭാര്യ എവിടെയോ ഒരു ട്രിപ്പ് പോയതുകൊണ്ട് അയാളുടെ ഭാര്യയുടെ പൂച്ചയെ നോക്കാൻ ഒരു ആളെ വേണമായിരുന്നു. നായകൻ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ നടക്കുമല്ലേ. അതുകൊണ്ട് തന്നെ അയാൾ നായകനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ അസിസ്റ്റന്റ് കോച്ചാക്കാം. പകരം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്റെ ഭാര്യ നാട്ടിലില്ല. അതുകൊണ്ട് അവൾ തിരിച്ചു വരുന്നതുവരെ അവളുടെ പൂച്ചയെ നീ നോക്കണം. അത് കേട്ടതും നായകൻ അയാളോട് ഓക്കെ പറഞ്ഞു. അന്ന് രാത്രി ഏതും അവൻ ഈ കാര്യം അവന്റെ ഭാര്യയോട് പറഞ്ഞു. എന്നാൽ അത് കേട്ടതും അവന്റെ ഭാര്യ പറഞ്ഞു, നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ? അവൻ നിന്നെ ശരിക്കും യൂസ് ആക്കുക, അല്ലാതെ അവൻ നിനക്ക് ജോലിയൊന്നും തരാൻ പോകുന്നില്ല. എന്നാൽ ഇത് കേട്ട നായകൻ പറഞ്ഞു, അല്ലല്ല, അയാളെ എനിക്ക് വിശ്വാസമാ. ഉറപ്പായിട്ടും അയാൾ എനിക്ക് ജോലി തരും. എന്നാൽ ഇതേ സമയം ഇവിടെ സിസി അവന്റെ കളഞ്ഞുപോയ ക്രിസ്റ്റലും തപ്പി നടക്കുവാണ്. അങ്ങനെ അവൻ നടന്ന് നായകന്റെ വീട്ടിന്റെ മുമ്പിലെത്തി. ആ ക്രിസ്റ്റൽ ഈ വീട്ടിൽ വീഴുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് അത് ഉറപ്പായും ഇവിടെ തന്നെ ഉണ്ടാകും. അതും പറഞ്ഞുകൊണ്ട് അവൻ ഒറ്റ ചാട്ടത്തിന് ആ വീടിന്റെ മുകളിലേക്ക് കയറാൻ നോക്കി. എന്നാൽ അവന്റെ ഗ്രഹത്തേക്കാൾ ഭൂമിക്ക് ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് അത്രയും പൊക്കത്തിൽ അവന് ചാടാൻ പറ്റിയില്ല. പകുതി വരെ പൊങ്ങിയിട്ട് അവൻ താഴേക്ക് വന്നു വീണു. ഇതേ സമയം ഇവിടെ നായകൻ വീടിന്റെ പുറത്തേക്ക് എത്തിയപ്പോഴുത അവന്റെ ഹെഡ് കോച്ച് അവനെ കാണാനായി വന്നു. എന്റെ കാറിന്റെ ഡിക്കിയിൽ ഞാൻ പറഞ്ഞ പൂച്ചയുണ്ട്. നീ എന്റെ ഭാര്യ വരുന്നത് വരെ അതിനെന്ന് നോക്കണം. എന്റെ ഭാര്യ തിരിച്ചു വന്നാൽ ഉടനെ തന്നെ നിനക്ക് ഞാൻ ജോലി സെറ്റാക്കി തരാം. എന്നാൽ അവിടെ തൊട്ടടുത്ത് തന്നെ സിസി ഉണ്ടായിരുന്നു. സിസി പതിയെ ചുരുങ്ങാൻ തുടങ്ങി. അവന്റെ രാജാവ് അവനോട് പറഞ്ഞായിരുന്നല്ലോ, ആ ക്രിസ്റ്റൽ അവന്റെ കയ്യിലില്ലെങ്കിൽ അവൻ പതിയെ ചുരുങ്ങി മരിച്ചു പോകുമെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഏതെങ്കിലും ഒരു ജീവിയുടെ രൂപത്തിലേക്ക് മാറണമെന്ന്. സിസി അതെല്ലാം ആലോചിച്ച്
ആലോചിച്ച് ആ കാറിന്റെ ഡിക്കിയിലിരിക്കുന്ന പൂച്ചയെ നോക്കി അതിന്റെ രൂപത്തിലായി മാറാൻ തുടങ്ങി. എന്നാൽ സി കണ്ട ഡിക്കിയിലിരുന്ന പൂച്ച പേടിച്ച് അവിടുന്ന് ഓടിപ്പോയി. ഇതേ സമയം ഇവിടെ നായകൻ കോച്ചിന്റെ അടുത്ത് സംസാരിച്ചിട്ട് പൂച്ച എടുക്കാനായി ഡിക്കിയുടെ അടുത്തേക്ക് ചെന്നതും ആകെ ഷോക്കായി. എന്നിട്ട് അയാൾ ഓടി തിരിച്ചു വന്ന് കോച്ചിനോട് പറഞ്ഞു, ഇതാണോ നീ പറഞ്ഞ പൂച്ച? ഇതിനെ കാണാൻ എന്നെക്കാൾ വലിപ്പമുണ്ടല്ലോ, ഇതിനെ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നാൽ ആ കോച്ച് അവൻ പറയുന്നത് ഒന്നും മൈൻഡ് പോലും ആക്കാതെ കാറും എടുത്ത് അവിടുന്ന് തിരിച്ചുപോയി. അയാൾ അവിടുന്ന് പോയി കഴിഞ്ഞതും നായകൻ പതിയെ തിരിഞ്ഞു നോക്കിപ്പെടുത്ത സി ആ പൂച്ചയുടെ രൂപത്തിലായി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ നായകൻ ഇപ്പോഴും വിചാരിച്ചേക്കുന്നത് സി ആ കോച്ചിന്റെ പൂച്ചയാണെന്ന്. അതുകൊണ്ട് തന്നെ സീസിയുടെ കഴുത്തിൽ ഒരു കയറും കെട്ടി നേരെ അവനെ വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോയി. എന്നാൽ സി കണ്ടതും നായിക ബോധം കെട്ട് താഴെ വീണു. അത് കണ്ട നായകൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നാൽ ഇതേ സമയം സിയുടെ മനസ്സിലിപ്പോൾ ആ ക്രിസ്റ്റലിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഈ വീട്ടിലാണ് ആ ക്രിസ്റ്റൽ വന്ന് വീണത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെല്ലാരും കൊന്ന് ആ ക്രിസ്റ്റലും എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്നാൽ യോഹോ അവന്റെ ക്യാമറ എടുത്ത് സിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ യോയോ വിചാരിച്ചത് അവൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം അവൾക്ക് ഫ്രണ്ടിനെ കൊടുത്തതാണെന്ന്. എന്നാൽ സിയുടെ ലക്ഷ്യം എന്തെന്നാൽ എത്രയും പെട്ടെന്ന് ഇവരെല്ലാരും കൊന്ന് ആ ക്രിസ്റ്റലും എടുത്തുകൊണ്ട് സ്ഥലം വിടണമെന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ലേസർ പവർ ഉപയോഗിച്ച് 4 പേരെയും കൊല്ലാനായി നോക്കുവാണ്. എന്നാൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് ഒന്നും സംഭവിച്ചില്ല. കാരണം ഭൂമിയിൽ ക്രിസ്റ്റൽ ഇല്ലാതെ അവന്റെ യാതൊരു പവറും വർക്കാവില്ല. നായകന്റെ ഫാമിലി നോക്കുമ്പോൾ സി ചുമ്മാ കണ്ണടച്ച് കാണിക്കുവാണ്. ഇതെന്താ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നേ? അത് കേട്ട നായകൻ ചുമ്മാ ഒരു തള്ളി. പൂച്ചകൾ കണ്ണടച്ച് കാണിച്ചാൽ അതിനർത്ഥം അതിന് നമ്മളെ ഒരുപാട് ഇഷ്ടമായെന്നാ. എന്നാൽ ഇതെല്ലാം കേട്ട യോയോ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയെന്നും പറഞ്ഞ് ഓടിപ്പോയി സി കെട്ടിപ്പിടിച്ചു. സിക്ക് പോയി എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയയുമില്ല. എന്നെ തൊടരുത്, മനുഷ്യരെന്നെ തൊടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്നൊക്കെ സി അവരോട് പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ പറയുന്നതൊന്നും അവർക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ സി അവരുടെ കൂടെ ആ വീട്ടിൽ താമസമായി. സമയം രാത്രിയായതും സി ആകാശത്തേക്ക് ഒരു പ്രത്യേക പ്രകാശം അടിച്ചു. ആ പ്രകാശം കണ്ടതും ആ ഏരിയയിലുള്ള എല്ലാ പൂച്ചകളും സിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ സി ഇവരോട് പറഞ്ഞു, അപ്പോൾ നിങ്ങളാണല്ലേ രാജു പറഞ്ഞു വിട്ട സോൾജിയേഴ്സ്, ഭൂമി നശിപ്പിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ സുഖിച്ച് ജീവിക്കുവല്ലേ? അത് കേട്ടതും ആ പൂച്ചകൾ പറഞ്ഞു, ഈ മനുഷ്യരുടെ സ്നേഹം കിട്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയായി പോയത്. സമയത്തിന് ഫുഡ് തരും, കുളിപ്പിച്ചു തരും, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ടതും സിക്ക് ദേഷ്യം വന്നു. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു ഫാമിലിയുടെ കൂടെയാണ്. അവരെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടു പഠിച്ചോ? അതും പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. കയ്യിൽ കിട്ടിയ ഒരു കത്തിയും എടുത്ത് ആദ്യം യോയോ കൊല്ലാനായി അവളുടെ മുറിയിലേക്ക് എത്തി. എന്നാൽ യോയോയുടെ ക്യൂട്ടായിട്ടുള്ള ആ ഫേസ് കണ്ട് സിക്ക് അവളെ കൊല്ലാൻ തോന്നിയില്ല. അവന്റെ ഉള്ളിലുള്ള ദേഷ്യമെല്ലാം പോയി. എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നതെന്ന് തന്നെ അവൻ മറന്നുപോയി. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ അവൻ അവിടെ കിടന്നുറങ്ങി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയതും യോയോ വന്ന് സി വിളിച്ചെണിപ്പിച്ചു. അതുമാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും അവന് ഫുഡൊക്കെ കൊടുത്ത് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും എല്ലാരും പുറത്തേക്ക് പോയി. അങ്ങനെ വൈകിട്ടായതും ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴുന്ന വീട്ടിലെ എല്ലാ സാധനങ്ങളും ആരോ വലിച്ചു വാരി ഇട്ടേക്കുന്നു. സത്യം പറഞ്ഞാൽ സിയാണ് ആ ക്രിസ്റ്റൽ കണ്ടുപിടിക്കാനായി അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടത്. എന്നാൽ നായിക്ക് മനസ്സിലായി ഇതെല്ലാം ചെയ്തത് സി ആണെന്ന്. എത്രയും പെട്ടെന്ന് ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്നും പറഞ്ഞ് സാധനങ്ങളെല്ലാം വീണ്ടും അടുക്കി വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് നായകന് അവന്റെ കളഞ്ഞുപോയ ഒരു പേഴ്സും അതിൽ നിന്ന് കുറച്ച് പണവും കിട്ടുന്നത്. യോയോയ്ക്ക് അവളുടെ കാണാതായ ഒരു ബാർബി ഡോൾ തിരിച്ചു കിട്ടി. നായികയുടെ അമ്മയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച ഒരു ബ്രേസ്ലെറ്റ് കാണാതായിരുന്നു, അതും അവൾക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ സി കാരണം കാണാതായ അവരുടെ എല്ലാവരുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടി. അതുകൊണ്ട് തന്നെ നായികയ്ക്ക് സിയോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങി. അന്ന് രാത്രി ഇത് സി നോക്കിയപ്പോഴുന്ന കിച്ചണിൽ കുറച്ച് പാലിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ പാലിൽ വിഷം കലക്കി കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊല്ലാനെ പ്ലാൻ ചെയ്തു. എന്നാൽ നായിക ആ പാലുണ്ടാക്കിയത് സിക്ക് വേണ്ടിയായിരുന്നു. പാലും കൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അന്ന് രാത്രിയായതും വീടിന്റെ മുകളിൽ പോയിരുന്നു എല്ലാവരെയും ഒരുമിച്ച് അങ്ങനെ കൊല്ലാമെന്ന് പ്ലാൻ ചെയ്യുവാണ്. ഇതേ സമയം അവിടെ വീടിനകത്ത് 2 കള്ളന്മാർ മോഷണം നടത്താനായി വന്നു. സൗണ്ട് കേട്ട് നായകനും നായികയും അങ്ങോട്ടേക്ക് ഓടി ചെന്നപ്പോൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കുടുംബത്തിലുള്ള എല്ലാവരെയും അവരവിടെ പിടിച്ചിരുത്തി. കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം ഇങ്ങ് തന്നേക്ക്, ഇല്ലെങ്കിൽ 4 പേരെയും ഞങ്ങൾ കൊന്നുകളയും. എന്നാൽ ഇതെല്ലാം സി ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. യോയോ അവനെ നോക്കി ഇങ്ങോട്ട് വരരുതെന്ന് സി നോക്കി കണ്ണു കാണിച്ചു. യോയോ മാത്രമല്ല കുടുംബത്തിലുള്ള എല്ലാവരും നീ ഇങ്ങോട്ട് വരല്ലേ എന്ന് അവനെ നോക്കി കണ്ണു കാണിച്ചു. എന്നാൽ ഇവര് ചെയ്യുന്നതെല്ലാം കണ്ടതും സിക്ക് ആകെ സങ്കടമായി. ഞാൻ അവരെ കൊല്ലാൻ വേണ്ടിയാ വന്നത്, എന്നിട്ടും അവരുടെ ജീവൻ അപകടത്തിലായിട്ടും എന്റെ ജീവൻ രക്ഷിക്കാനാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് അവൻ ഒന്നും ചിന്തിച്ചില്ല. ഓടിച്ചെന്ന് 2 കള്ളന്മാരെയും ഇടിച്ചു തെറിപ്പിച്ചു. അതോടെ അവന്മാരുടെ 2 പേരുടെ ബോധം പോയി. ഇത് കണ്ട് സന്തോഷത്തോടെ കുടുംബത്തിലുള്ള എല്ലാവരും ഓടിച്ചെന്ന് സിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം സിക്ക് അവരെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമായി.
സിസിക്ക് ഇപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം നായകൻ അയാളുടെ മകളെ വിളിക്കാനായി സ്കൂളിലേക്ക് ചെന്നപ്പോഴാണ് അവളുടെ ടീച്ചർ നായകനെ കാണുന്നത്. നിങ്ങൾ ആ പഴയ ഫുട്ബോൾ പ്ലെയർ അല്ലേ? അതും പറഞ്ഞുകൊണ്ട് നായകന്റെ കയ്യിൽ നിന്ന് ടീച്ചർ ഓട്ടോഗ്രാഫ് വാങ്ങി. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കാൻ ഇപ്പോൾ ആരുമില്ല. നിങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് കോച്ചിങ് കൊടുക്കാൻ പറ്റുമോ? ഒരു ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു നടന്ന നായകന് അത് കേട്ടതും ഒരുപാട് സന്തോഷമായി. സന്തോഷത്തോടെ അയാൾ നേരെ വീട്ടിലേക്ക് ചെന്നപ്പോഴാ ബാങ്കിൽ നിന്ന് രണ്ടുപേര് വീട് ജപ്തി ചെയ്യാൻ വന്നേക്കുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ നായകന്റെ കൂട്ടുകാരൻ ഒരു ലോൺ എടുത്തപ്പോൾ നായകനാണ് സാക്ഷിയായിട്ട് ഒപ്പിട്ടത്. അവനിപ്പോൾ ലോൺ അടയ്ക്കാതെ എങ്ങോട്ടോ നാട് വിട്ടുപോയി. അതുകൊണ്ടാണ് ബാങ്കുകാര് നായകന്റെ വീട് ജപ്തി ചെയ്യാനായി വന്നത്. അങ്ങനെ കാര്യമെല്ലാം പറഞ്ഞ നായിക നടു റോഡിലിട്ട് നായകനെ അടിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയാ ലോൺ അടയ്ക്കുമെന്ന് അറിയാതെ ആകെ ടെൻഷനായി രണ്ടുപേരും വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് യോഹോയ്ക്ക് അവന്റെ ഫ്രണ്ടിന്റെ ഒരു കോള് വരുന്നത്. അവൻ എപ്പോഴും സിസിയുടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അതിൽ ഏതൊരു വീഡിയോ നല്ലപോലെ വൈറലായി. അതുകൊണ്ട് തന്നെ ഏതൊരു അഡ്വർടൈസിംഗ് കമ്പനി കുടുംബത്തിലുള്ള എല്ലാവരെയും ആ ആഡിൽ അഭിനയിക്കാനായി വിളിച്ചു. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞത് നായികയ്ക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും വളരെ ഹാപ്പി ആയി പോയി ആ ആഡിൽ അഭിനയിച്ചു. ആ ഒറ്റ അഡ്വർടൈസിംഗ് കൊണ്ട് സിസിയും അവരുടെ കുടുംബവും നല്ലപോലെ ഫേമസ് ആയി. അടുപ്പിച്ചടുപ്പിച്ച് അവർക്ക് ഒരുപാട് ആഡുകൾ കിട്ടാൻ തുടങ്ങി. ആഡ് മാത്രമല്ല, അവസാനം അവർ സിനിമയിലും അഭിനയിക്കാൻ തുടങ്ങി. അതോടെ നായകനും നായികയും കോടീശ്വരന്മാരായി. അവരുടെ ലോണും കടങ്ങളും എല്ലാം അടച്ചു തീർത്ത് അവരിപ്പോൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നായകൻ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 3 പേര് അവനെ കാണാനായി വരുന്നത്. അവർ 3 പേരും നായകന്റെ കയ്യിൽ ഒരു മാപ്പ് എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. 1000 കോടി വിലമതിക്കുന്ന ഒരു നിധിയിലേക്ക് ഈ മാപ്പ് വഴി കാണിക്കും. ഞങ്ങൾ ഈ നിധി തേടി പോകാനായിരിക്കുക. പക്ഷെ ഇത്രയും പണത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. പകരം ഞങ്ങൾക്ക് വെറും 50 ലക്ഷം രൂപ തന്നാ മതി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ മാപ്പ് നിനക്ക് തരാം. എന്നാൽ ഇതെല്ലാം കേട്ട നായകൻ അവർ പറഞ്ഞത് എല്ലാം വിശ്വസിച്ചു. 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 1000 കോടിയുടെ മാപ്പ് കിട്ടുമെന്നോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ എന്റെ എല്ലാ പണവും നിങ്ങൾക്ക് കൊണ്ട് തരാമെന്നും പറഞ്ഞു നേരെ ബാങ്കിൽ പോയി പണം എടുത്തു. ഇതേസമയം ഇവിടെ നായിക അവളുടെ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. അവരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള എല്ലാ പണവും നായകൻ പിൻവലിച്ചു എന്നും പറഞ്ഞായിരുന്നു മെസ്സേജ്. അത് കണ്ട് ആകെ ടെൻഷനായ നായിക പിള്ളേരെ സിസിയും കാറിൽ വിളിച്ച് കയറ്റി നേരെ നായകനെ തേടി പോകാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം ഇവിടെ നായകൻ അവരുടെ കയ്യിൽ നിന്ന് ആ മാപ്പ് വാങ്ങി മുഴുവൻ പണവും അവരുടെ കയ്യിൽ കൊടുത്തു. പെട്ടെന്നാണ് നായകനെ അന്വേഷിച്ച് നായിക അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ കാലിയായല്ലോ, എന്തിനാ നീ ഇത്രയും പണം എടുത്തത്? നമ്മൾക്കൊരു സൂപ്പർ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ പണമെല്ലാം എടുത്തത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം. നീ ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുക. ഇവരുടെ കൂടെ ഞാൻ ആ ഡീലൊന്ന് നടത്തിക്കോട്ടെ. അപ്പോഴാണ് അവിടെ ന്യൂസിൽ 3 പേരുടെ ഫോട്ടോസ് കാണിക്കുന്നത്. 3 പേർ ജയിൽ ചാടിയിട്ടുണ്ടെന്നും ഇവരെ സൂക്ഷിക്കണമെന്നുമായിരുന്നു ന്യൂസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതേ 3 പേര് തന്നെയായിരുന്നു നായകന്റെ കയ്യിൽ ആ മാപ്പ് തരാൻ വന്നത്. അത് കണ്ട് നായകനൊക്കെ ഷോക്കായി. എടാ, അപ്പോൾ നീയൊക്കെ 3 പേരും കള്ളന്മാരായിരുന്നല്ലേ? തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ 3 പേരും കൂടി ആ പണവും എടുത്തുകൊണ്ട് അവിടുന്ന് ഓടാൻ തുടങ്ങി. നായകനും നായികയും അവരെ ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. എന്താടാ നീ ഈ കാണിച്ചത്? നമ്മുടെ എല്ലാ പണവും അവർ കൊണ്ടുപോയില്ലേ? അത് പിന്നെ 1000 കോടി ഒറ്റയടിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതാ. അവന്മാർ കള്ളന്മാരാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ അവരുടെ മകളുടെ കാല് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാമെന്ന് ഒരു ഡോക്ടർ അവരോട് പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ഇത്രയും കാശ് സേവ് ചെയ്ത് വെച്ചത്. ആ പണമെല്ലാം ഇപ്പോഴാ കള്ളന്മാര് കൊണ്ടുപോയി. നീ ഒറ്റരുത്തം കാരണം നമ്മുടെ മകൾ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് നായകനോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയതും യോയോ നേരെ സ്കൂളിലേക്ക് ചെന്നപ്പോഴാ സ്കൂളിൽ പുതിയൊരു മത്സരം നടക്കാൻ പോകുവാണ്. ആ മത്സരത്തിൽ ഫാമിലിയിലുള്ള ഏതെങ്കിലും 4 പേര് പങ്കെടുക്കണം. അവൾക്ക് അതിൽ പങ്കെടുക്കണമെന്ന് അതിയെ ആഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻവിറ്റേഷനും വാങ്ങി നേരെ വീട്ടിൽ പോയി അവളുടെ അമ്മയെ കാണിച്ചു. അമ്മ, എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ഫാമിലിയായി പോയി ഈ മത്സരത്തിൽ പങ്കെടുക്കണം. അത് കേട്ടത് നായിക പറഞ്ഞു, മത്സരത്തിൽ പങ്കെടുക്കാനൊക്കെ ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇന്നലെ മുതൽ നിന്റെ അച്ഛനെ കാണാനില്ല. എവിടെയാണെന്ന് യാതൊരു ഐഡിയയുമില്ല. അത് കേട്ടതും യോയോ നേരെ ചെന്ന് സിസിയോട് പറഞ്ഞു, എന്റെ അച്ഛൻ എവിടെയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോണ്ട് വാ. അത് കേട്ടത് സിസി നായകനെ തേടി അലയാൻ തുടങ്ങി. അവസാനം ഒരു ബാറിൽ വെച്ച് സിസി നായകനെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവനെ വലിച്ചഴിച്ച് ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ നക്കി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവന്റെ കയ്യിലേക്ക് യോയോയുടെ നാളത്തെ സ്പോർട്സ് കോമ്പറ്റീഷന്റെ ഇൻവിറ്റേഷൻ കാണിച്ചു കൊടുത്തു. എന്റെ ഫാമിലിക്ക് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞ് നായകൻ എഴുന്നേറ്റ് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ തൊട്ടടുത്ത ദിവസമായതും സ്കൂളിൽ കോമ്പറ്റീഷൻ സ്റ്റാർട്ടായി. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരും നേരെ സ്കൂളിലേക്ക് പോയി. എന്നാൽ സിസി ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. യോയോ വരച്ചു വെച്ച അവന്റെ ചിത്രങ്ങളൊക്കെ നോക്കി അവൻ വീട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഹാളിൽ എന്തോ ഒന്ന് പച്ച കളറിൽ ജ്വലിക്കുന്നത് അവൻ കാണുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ പതിയെ അങ്ങോട്ടേക്ക് പോയി നോക്കിപ്പെടുത്ത അവൻ തേടി വന്ന ആ ഒരു ക്രിസ്റ്റൽ അവിടെ ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അത് കണ്ടത് സിസിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടെ അവനെ ക്രിസ്റ്റലും എടുത്ത്
നേരെ വീട്ടിന്റെ മുകളിലേക്ക് പോയി. എന്നാൽ ഇനി അവൻ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയയുമില്ല. സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിലുള്ളവരെ കൊല്ലാനായിട്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ അവരില്ലാതെ അവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ അവൻ ഓടി സ്കൂളിലേക്ക് എത്തി. സിസി കണ്ടതും ഫാമിലിയിലുള്ള എല്ലാവരും അവന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ക്രിസ്റ്റൽ നായകൻ കാണുന്നത്. ഇതെന്താണ് സാധനം? ഇതിനു മുമ്പ് നിന്റെ കഴുത്തിൽ ഞങ്ങളിത് കണ്ടിട്ടില്ലല്ലോ. അത് കേട്ടതും സിസി അവരോട് കൈകോർത്ത് നിൽക്കാൻ പറഞ്ഞു. ഫാമിലിയിലുള്ള എല്ലാവരും ഒരുമിച്ച് അവന്റെ കൈകോർത്ത് നിന്നതും സിസി അവരോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ സംസാരിക്കുന്നത് കേട്ടതും അവരെല്ലാവരും ആകെ പേടിച്ചുപോയി. എന്റെ സൗണ്ട് കേട്ട് നിങ്ങളാരും പേടിക്കണ്ട. ഞാൻ മിയാവ് എന്നു പേരുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് വന്നതാ. എന്റെ ഗ്രഹത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നതെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അവൻ എല്ലാവരോടും പറഞ്ഞു. നീ ഒരു നല്ല അച്ഛനാണ്, നീ ഒരു നല്ല അമ്മയും, ഫ്യൂച്ചറിൽ നീ ഉറപ്പായും നല്ലൊരു ഡയറക്ടറാവും. അതും പറഞ്ഞ് അവിടെയുള്ള ഓരോരുത്തരെയും അവൻ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സിസി ഇതൊക്കെ പറയുന്നത് കേട്ടതും അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. പെട്ടെന്നാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവരെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സിസിയോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ പോയി മത്സരത്തിൽ പങ്കെടുത്തിട്ട് വരാം. അത്രയും പറഞ്ഞ് 4 പേരും കൂടി ഗ്രൗണ്ടിലേക്ക് പോയി. അങ്ങനെ മത്സരം തുടങ്ങാൻ പോകുവാണ്. എല്ലാ സ്റ്റുഡൻസിന്റെയും പേരൻസ് മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അങ്ങനെ മത്സരം സ്റ്റാർട്ടായി. യോഹോയാണ് ആദ്യം ഓടി തുടങ്ങിയത്. അവനും അവന്റെ കൂടെയുള്ളവരും കൂടി കയ്യിലൊരു വടിയും പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. 100 മീറ്റർ ഓടിക്കഴിഞ്ഞതും അവരുടെ കുടുംബത്തിലുള്ള അടുത്ത ആളുടെ കയ്യില് ആ സ്റ്റിക്ക് അവർ പാസ് ചെയ്തു. അങ്ങനെ നായികയും ബാക്കിയുള്ള എല്ലാവരും കൂടി ആ സ്റ്റിക്കും പിടിച്ചുകൊണ്ട് വീണ്ടും 100 മീറ്റർ ഓടിയതും അത് നായകന്റെ കയ്യിൽ പാസ് ചെയ്തു. നായകൻ അതും പിടിച്ചുകൊണ്ട് സ്പീഡിൽ ഓടി അവസാനം അത് യോയോയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഇപ്പോൾ ആരാണ് ആദ്യം ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നത് അവരായിരിക്കും ജയിക്കുക. എന്നാൽ യോയോയ്ക്ക് അവളുടെ കാല് വയ്യാത്തത് കൊണ്ട് സ്പീഡിൽ ഓടാൻ പറ്റുന്നില്ലായിരുന്നു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അവളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഓടിപ്പോയി ഫിനിഷിംഗ് ലൈനിലെത്തി. എന്നാൽ അവൾക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ, കാല് വേദനിച്ചു തുടങ്ങി. എന്നാൽ ഇത് കണ്ട സിസിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. സിസി അവന്റെ പവർ ഉപയോഗിച്ച് യോയോയുടെ കാല് നേരെയാക്കാൻ തുടങ്ങി. അവളുടെ കാലിന് സപ്പോർട്ടായി വെച്ചിരുന്ന ആ ഡിവൈസ് ഒക്കെ പൊട്ടി തകർന്നുകൊണ്ട് യോയോ ഇപ്പോൾ സ്പീഡായി ഓടാൻ തുടങ്ങി. അതായത് അവളുടെ കാലിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും സിസി ആ ക്രിസ്റ്റലിന്റെ പവർ ഉപയോഗിച്ച് റെഡിയാക്കി. അങ്ങനെ അവൾ വളരെ സ്പീഡിൽ തന്നെ ആ റേസ് കംപ്ലീറ്റ് ചെയ്തു. അത് കണ്ടതും അവിടെയുള്ള എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുവാണ്. എന്നാൽ യോയോയ്ക്ക് മനസ്സിലായി അവളുടെ കാല് ശരിയാക്കിയത് സിസി ആണെന്ന്. അതുകൊണ്ട് അവൾ സന്തോഷത്തോടെ സിസിയെ അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. എന്നാൽ അവൾ എവിടെയൊക്കെ നോക്കിയിട്ടും സിസിയെ കണ്ടെത്താനായില്ല. എന്നാൽ സിസി ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഗ്രൗണ്ടിലേക്ക് വന്ന് ആ ക്രിസ്റ്റലിന്റെ പവർ ഉപയോഗിച്ച് ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കയറി അവിടുന്ന് പറന്നു പോകാൻ തുടങ്ങി. ഒരു സ്പേസ് ഷിപ്പ് പറന്നു പോകുന്നത് കണ്ടതും സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരും ആകെ ഷോക്കായി അത് നോക്കി നിൽക്കുവാണ്. ഇത് കണ്ട സിസി അവന്റെ ക്രിസ്റ്റലിന്റെ പവർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഓർമ്മ മായ്ച്ചു കളഞ്ഞു. അതായത് ആ സ്പേസ് ഷിപ്പിനെയും പിന്നെ സിസിയെയും ഭൂമിയിലുള്ള ആർക്കും ഇനി ഓർമ്മ കാണില്ല. അതായത് നായകനും നായകന്റെ ഫാമിലിയിലുള്ളവർക്ക് പോലും സിസിയെ ഇനി ഓർമ്മ കാണില്ല. അങ്ങനെ അവൻ അവന്റെ ഷിപ്പിലൂടെ അവന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചെത്തി. എന്നിട്ട് നേരെ ചെന്ന് രാജാവിനോട് പറഞ്ഞു, നമ്മൾക്കൊരിക്കലും ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യന്റെ കയ്യിൽ സ്നേഹം എന്നൊരു ആയുധമുണ്ട്. ആ സ്നേഹത്തെ തോൽപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്താലും കഴിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് താമസിക്കാൻ നമ്മൾ പുതിയൊരു ഗ്രഹം നോക്കണം. ഇതെല്ലാം കേട്ടതും രാജാവിനൊക്കെ ദേഷ്യം വന്നു. നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട എന്നെ പറഞ്ഞാൽ മതി. നിനക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ വിശ്വാസമാണ് നീ തകർത്തത്. അതുകൊണ്ട് നിനക്ക് ഞാൻ ശാപം തരുന്നു. നിനക്കൊരിക്കലും ഇനി പഴയ രൂപത്തിലേക്ക് മാറാൻ കഴിയില്ല. അതാണ് ഞാൻ നിനക്ക് തരുന്ന ശാപം. എന്നാൽ സിസിക്ക് അത് കേട്ടിട്ട് ഒട്ടും സങ്കടം വന്നില്ല. കാരണം അവന്റെ മനസ്സ് നിറയെ നായകനും കുടുംബവും മാത്രമായിരുന്നു. എന്നാൽ ഇതേ സമയം ഇവിടെ ഭൂമിയിൽ യോയോയ്ക്ക് നടക്കാൻ പറ്റുന്നത് കൊണ്ട് അവരുടെ ഫാമിലി ഇപ്പോൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുവാണ്. എന്നാൽ സിസി ഇപ്പോഴും ആ ഫാമിലി ഓർത്ത് 24 മണിക്കൂറും കരച്ചിലാണ്. അങ്ങനെ ഇരിക്കൽ സിസി അവന്റെ ഗ്രഹത്തിൽ നിന്ന് ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു സ്പേസ് ഷിപ്പ് അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ആ ഷിപ്പിൽ നിന്നും കുറച്ച് നായ്ക്കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞങ്ങൾ ബോബോ ഗ്രഹത്തിലുള്ളവരാ. ഞങ്ങൾ ഇപ്പോൾ ഭൂമിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഷിപ്പിൽ ഇപ്പോൾ ഫുഡൊന്നും ബാക്കിയില്ല. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അത് കേട്ടപ്പോഴാണ് സിസിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. ഫുഡൊക്കെ തരാം, പക്ഷേ എന്നെ നിങ്ങളുടെ കൂടെ ഭൂമിയിലേക്ക് കൊണ്ടുപോകണം. അത് കേട്ടതും ആ നായ്ക്കുട്ടികൾ അതിന് സമ്മതിച്ചു. അങ്ങനെ സിസി അവർക്ക് ഫുഡ് കൊടുത്ത് അവരുടെ ഷിപ്പിൽ കയറി ഭൂമിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും സിസി ഭൂമിയിലെത്തി. ആദ്യം തന്നെ അവൻ നേരെ പോയത് നായകന്റെ വീട്ടിലേക്കായിരുന്നു. വീട്ടിലെത്തി ഡോറ് ബെല്ലടിച്ചതും നായകൻ വന്ന് ഡോർ തുറന്നു നോക്കി. എന്നാൽ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. സിസി പുറത്തു നിൽക്കുന്നത് കണ്ടതും നായകൻ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. കാരണം അവൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു സ്പെല്ല് യൂസ് ചെയ്തില്ലേ. അതുകൊണ്ട് തന്നെ സിസിയെ എല്ലാവരും മറന്നുപോയി. നായകന് തൊട്ടുപിറകെ വന്ന നായികയും യോയോയും എല്ലാം സിസി കണ്ട് ഉറക്കം നിലവിളിച്ചതും അവൻ സങ്കടത്തോടെ അവിടുന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് നായകൻ പുറകിൽ നിന്ന് വിളിക്കുന്നത്. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? നീ എന്താ കരുതിയത് ഞങ്ങൾ നിന്നെ മറന്നുപോയെന്നോ?
അങ്ങനെയൊന്നും നിന്നെ മറക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങളുടെ ഓർമ്മകൾ മായ്ച്ചു കളയാൻ നിന്നെ കൊണ്ട് പറ്റിക്കാണും. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സ്നേഹം അത് മായ്ച്ചു കളയാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ സിസി വളരെ സന്തോഷത്തോടെ അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. 3 കള്ളന്മാർ നായകന്റെ കയ്യിൽ ഒരു മാപ്പ് കൊണ്ടുവന്ന് കൊടുത്തില്ലേ, 1000 കോടിയുടെ നിധിയുള്ള മാപ്പ്. ശരിക്കും ആ മാപ്പ് ആ 3 കള്ളന്മാരും ഒരു മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ചതായിരുന്നു. അതായത് ആ മാപ്പിലുള്ള നിധി സത്യമായിരുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.